ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം നിങ്ങൾ എല്ലാവരും കീം റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുകയാണ്. ഇപ്പോഴും പല കൺഫ്യൂഷനുകളുമുണ്ട്. അതുപോലെ തന്നെ +2 മാർക്ക് അപ്ലോഡ് ചെയ്തതിൽ ചിലർക്കെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. അപ്പോൾ ഒരുപാട് കമൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ഈ വർഷം 2025 എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, ഇനി കീം ആർക്കിടെക്ചർ ആയിക്കോട്ടെ, ആ രീതിയിലുള്ള അഡ്മിഷൻ എല്ലാം കാത്തിരിക്കുന്നവർക്ക് വളരെയധികം ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇത്തവണ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നേരത്തെ ആകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ആ +2 മാർക്ക് അപ്ലോഡ് ചെയ്തത് പോലും ജൂണിന് ശേഷം, ജൂൺ അവസാന സമയത്തൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ജൂൺ 2 തന്നെ ഒരു ഡെഡ് ലൈൻ വെച്ച് +2 മാർക്ക് അപ്ലോഡ് ചെയ്യിപ്പിച്ചു. ഇനി തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ വീണ്ടും ഒരു പോർട്ടൽ ഓപ്പൺ ആയേക്കാം. അതിനുശേഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകൾ വേണം ആ രീതിയിൽ നമ്മൾ സാധാരണ +1 അലോട്ട്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കീം അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാം. അതിനുശേഷം പല വിധത്തിലുള്ള അലോട്ട്മെൻറ്റുകളും അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കടക്കുന്നു. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ നിങ്ങളുടെ കീം എഞ്ചിനീയറിങ്ങിന് 300 ചേർത്ത് 600 വരുന്നതിലാണ് ഇൻഡെക്സ് മാർക്കും. അതിനനുസരിച്ചാണ് എന്താണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്. പലരും ഫാർമസിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളുടെ കീമിന് ലഭിച്ച കെമിസ്ട്രി മാർക്കിനെ 2.25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് പ്ലസ് നിങ്ങളുടെ ഫിസിക്സിൻ്റെ റോ സ്കോർ കിട്ടുകയും അതിനെ വീണ്ടും 2/3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന 300 എന്ന് പറയുന്ന ഇൻഡെക്സ് മാർക്കിൻ്റെ വെച്ചാണ് നിങ്ങൾക്ക് ഫൈനലി ആ ഒരു റാങ്കിലേക്ക് പോകുന്നത്. +2 മാർക്ക് കൺസിഡർ ചെയ്യില്ല. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ രീതിയിൽ ഫാർമസിക്കായിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇത്തവണ എല്ലാവിധ ഫെസിലിറ്റികളും ഉണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഓരോ കോളേജുകൾ എടുക്കുകയാണെങ്കിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അതുപോലെ തന്നെ പലവിധ വെബ്സൈറ്റുകളും ലിസ്റ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ ആണ്. ഇതെല്ലാം നിങ്ങളെ എങ്ങനെ ഉപകാരപ്രദമാക്കി മാറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു കീം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഈ റാങ്ക് വെച്ച്, നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് വെച്ച് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളും ഓരോ കോളേജുകളിലും ലഭിച്ച മാർക്കുകളും അവിടെ അഡ്മിഷൻ ഓരോ ഫേസിലും അലോട്ട്മെൻറ്റ് 1, അലോട്ട്മെൻറ്റ് 2, അലോട്ട്മെൻറ്റ് 3 സ്പോട്ട് ഓരോ ഫേസിലും ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടുക എന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിങ്ങൾക്ക് കോളേജുകളെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റുകൾ കുറഞ്ഞ റാങ്ക് ഒരുപക്ഷെ കിട്ടിയാൽ പോലും ഉറപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ കടക്കുന്നില്ല, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.